ഉച്ചയ്ക്ക് ഇന്ന് നേരത്തെ ചോറും കറിയൊക്കെ ആക്കിയിട്ട് ചോറും കറി എന്ന് പറഞ്ഞാൽ മീനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലുകളാണ്. അതൊക്കെ ആക്കി വെച്ചിട്ട് നേരെ ഞങ്ങളെ വിളയിലോട്ടിങ്ങ് പോകുന്നത് കേട്ടോ. മഴയൊക്കെ ഇന്നാണ് ഒന്ന് ശമിച്ച് വെയിലൊക്കെ വന്നത്. പാവം ചേട്ടൻ്റെ അച്ഛനും കഷ്ടപ്പെട്ട് വാഴയൊക്കെ വെച്ചതാണ്. കുറച്ചൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയി. പിന്നെ ചാലിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് നല്ല തെളിഞ്ഞ വെള്ളം. ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്യും, വീട് വെക്കുമ്പോൾ ഒരു കുഞ്ഞു വീട് 4 സൈഡിലും ഇങ്ങനെ വയലും മലയും നമ്മൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ പുഴകളും ഒക്കെ, അതൊക്കെ ആ കുഞ്ഞു സമയത്ത് ഇങ്ങനെ ആലോചിക്കുന്നതാണ്. വലുതാവുമ്പോൾ അറിയാം വെള്ളപ്പൊക്കവും മലയിടിച്ചിലും ഇങ്ങനെയൊക്കെ ആയാൽ ആ സ്ഥലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ വിളയിലോട്ട് കയറി. അവിടെയാണെങ്കിൽ ചേട്ടൻ്റെ അച്ഛൻ എന്തൊക്കെയോ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. റബ്ബറുണ്ട്, വാഴയുണ്ട്, മരിച്ചീനിയുണ്ട്, അതിൻ്റെ ഇടയിൽ മുളകുണ്ട്, പയറുണ്ട്, കാച്ചിലുണ്ട്, ചേനയുണ്ട്, ഇങ്ങനെ സർവത്ര സാധനങ്ങളും. കുറച്ച് സ്ഥലം കിട്ടിയാൽ അതെല്ലാം നട്ടുവയ്ക്കും. ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. ഈ സാധനം നമ്മുടെ നാട്ടിൽ അയണിച്ചക്ക എന്ന് പറയും. പഴുത്താൽ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കുരു ഇങ്ങനെ വറുത്ത് കഴിക്കും. ഇപ്പോൾ ഒരിടത്ത് ഇതൊന്നും കാണാനില്ല. ഇതും പച്ചയായിട്ട് അങ്ങനെ വീണതാണ് കേട്ടോ. പിന്നെ പഴുത്ത് നിന്ന് 1-2 മുളകൊക്കെ അടുത്തെടുത്തു. വൈകുന്നേരം നമ്മൾ കപ്പയൊക്കെ വേവിക്കുന്ന സമയത്ത് മുളക് പൊടിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും പരിഭവമായിട്ടില്ല. അതിൻ്റെ നാര് മാത്രമായിട്ടേ ഉള്ളൂ. പിന്നെ കൊലകൾ പാവം ഒരുപാടൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. ഇടയ്ക്ക് മഴ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒടിഞ്ഞു പോയി. കാറ്റത്തും മഴയത്തും ഒക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ അയ്യോ ഒടിഞ്ഞു പോയെന്ന് മാത്രം നമ്മൾ കേൾക്കും. പക്ഷെ അതിൻ്റെ ആ ഒരു സങ്കടവും ആ അധ്വാനിച്ചവർക്ക് മാത്രമേ അറിയാവൂ. ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് വെള്ളത്തിൽ ഇറങ്ങി ആരും തന്നൂട്ടി കണ്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴും അവൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. തിരിച്ചു വന്നപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൾ നോക്കി നിന്നു. അവൾക്കും വെള്ളത്തിൽ ചാടാൻ. വെള്ളം കണ്ടാൽ പിന്നെ കരയിൽ കയറ്റുന്ന കാര്യമാണ് പാട്. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത വരവിനെ നോക്കിയിരിക്കണം ഇതുപോലെ വരാൻ.